വിമർശിച്ചതും ആക്ഷേപങ്ങൾ പറഞ്ഞ് വലിയ പല വൈകൃതങ്ങളും കാണിച്ച് പരിഹസിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറാൻ കഴിയും. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിന്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളതെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ്. കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ കളവ് പറഞ്ഞ് ധരിപ്പിക്കാൻ വേഗം കഴിയും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങളില്ലേ. ഒരു ശരി ചെയ്ത് ജനങ്ങളെ അംഗീകാരം വാങ്ങാൻ കുറച്ച് സമയം എടുത്തുനിന്ന് വരും. അതിക്കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രചരണ മികവ് അവർക്കാണ്, പ്രചരണ മികവ് LDF ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും നമ്മൾ പറയാനില്ല. ഇവിടെ പ്രചരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ഇലക്ഷനിലേക്ക് വരാൻ പോകുകയാണല്ലോ. ഇല്ല, അതല്ല. അതിനെ അങ്ങനെയല്ല സമീപിക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർ പ്രോസസ്സാണ് ഭരണം എന്നുള്ളത്. അത് ഓരോ ഘട്ടത്തിലും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും നിലപാടുകൾ എടുക്കുന്നുണ്ട്. ഇനി അത്തരം പ്രശ്നം പരിഹരിക്കാനല്ലേ? ഇനിയും പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തന്നെയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. തീർച്ചയായും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് കൂടുതൽ നടപടികൾ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും സ്വീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം. അത് CPM അത് നിങ്ങളുടെ വിവരം. എൻ്റെ അടുത്ത് ആ വിവരമില്ല. എൻ്റെ അടുത്തുള്ള വിവരം ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമിതിയിൽ ഒരു അഭിപ്രായ ഭിന്നതയും ഉണ്ടായിട്ടില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ സ്വന്തം വീട്ടിൽ അച്ഛനും മക്കളും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമായിരിക്കും. ആണോ? എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. അതുകൊണ്ടൊക്കെ അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് പാർട്ടി എന്താ അഭിപ്രായം പറഞ്ഞെന്നുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് 11 പാർട്ടികളുണ്ട്. ഓരോരുത്തരും വ്യക്തിത്വമുള്ള പാർട്ടിയാണ്, വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നവരാണ്. അതെല്ലാം ചർച്ച നടത്തി ഒരു പൊതു നിലപാട് ഞങ്ങൾ എത്തുന്നു. അതല്ലേ ഇടതുപക്ഷ ജനാധിപത്യയുടെ നിലപാടായിട്ട് പറഞ്ഞത്. ഓരോ പാർട്ടി എടുത്ത നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 11 പാർട്ടികളുടെയും നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമായിട്ട് പറയുന്നത്. 140 മണ്ഡലത്തിലേക്കാണ് ഇലക്ഷൻ. അല്ല, 110 വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അതൊരു കാൽക്കുലേഷന്റെ ഭാഗമാണ്. ഞാൻ പറയാ 140 സീറ്റിലും ജയിക്കാൻ കഴിയണമെന്ന്. 140 സീറ്റിലും ജയിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകും. 110 ജയിക്കാൻ 110 ജയിച്ചോട്ടെ, ഇനി 100 ജയിക്കുന്നത് ജയിച്ചോട്ടെ, അതൊന്നും പ്രശ്നമില്ല. എങ്ങനെ? എന്ത് പദ്ധതി? ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞത്. CM-ന്റെ ആഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനല്ലല്ലോ പറഞ്ഞത്. ആയിക്കോട്ടെ എന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. മുന്നണിയിൽ അങ്ങനെ എത്ര സീറ്റ് എങ്ങനെയാന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ദയവ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ വിഷമിപ്പിക്കല്ല. മുന്നണിക്കകത്ത് ഓരോ പാർട്ടിയിലും ഓരോ LDF യോഗം ഇന്ന് ചേർന്നിരുന്നു. അതിനുശേഷം കൺവീനർ മാധ്യമങ്ങളോട് പറയുകയാണ് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ പാർട്ടിയുടെ നിലപാട് എന്താണ്, മുന്നണിയുടെ നിലപാട് എന്താണെന്ന് വിശദീകരിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.